നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിർണായക വിധി വന്നിരിക്കുകയാണ്. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങളും ചെന്താമരയെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ്. എന്തായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ? കോടതി എന്തുകൊണ്ടാണ് വധശിക്ഷ തന്നെ തെരഞ്ഞെടുത്തത്? വിശദമായി നോക്കാം. ഞാൻ ഗാന്ധിജിയൊന്നുമല്ല, ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ല. കോടതിയിൽ പ്രതി ചെന്താമര പറഞ്ഞതായി റിപ്പോർട്ടുകളിലുള്ള ഈ വാക്കുകളാണ് ഇന്ന് കേരളം വീണ്ടും ചർച്ച ചെയ്യുന്നത്. ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകം നടത്തിയ പ്രതിക്ക് ഒടുവിൽ കോടതി വധശിക്ഷ തന്നെ വിധിച്ചു. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിന്റെ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലുണ്ട്. കാണാം. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളിയായ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 30 ലക്ഷം രൂപയും പിഴയും വിധിച്ചു. ഇതിൽ 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കളായ അഖില, അതുല്യ എന്നിവർക്ക് നൽകണം. ഇല്ലെങ്കിൽ 3 വർഷം തടവ് അനുഭവിക്കണം. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോൺ ആണ് വിധി പറഞ്ഞത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധിയിന്മേൽ വാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് സൈക്കാട്രി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൗൺസിലിംഗിനിടെ താൻ ഗാന്ധിയല്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകില്ലെങ്കിലും ആരെങ്കിലും തന്റെ അടുത്തേക്ക് വന്നാൽ വെറുതെ വിടില്ലെന്നും പ്രതി പറഞ്ഞതായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നു. പ്രതിക്ക് കുറ്റബോധമില്ലെന്നും ചെയ്ത കുറ്റത്തെ ഇപ്പോഴും ന്യായീകരിക്കുകയാണെന്നും കോടതി വിലയിരുത്തി. സുധാകരന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇരട്ടക്കൊല നടന്നതെന്നും കോടതി വ്യക്തമാക്കി. പ്രതിക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത വളരെ കുറവാണെന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഈ കൊലപാതകം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിലും ചെന്താമര വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പരാമർശമുണ്ടായിരുന്നു. കൊലപാതകത്തിന് പ്രതി വ്യക്തമായ പദ്ധതി ഇട്ടിരുന്നതായിട്ട് സാക്ഷിമൊഴികളിൽ നിന്നും വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. സമൂഹത്തിന് ഭീഷണിയാകുന്ന കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകാമെന്ന മുൻവിധികളും കോടതി പരിഗണിച്ചു. 2025 ജനുവരി 27-നാണ് നെന്മാറയെ നടുക്കിയ ഇരട്ടക്കൊല അരങ്ങേറിയത്. പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. കൃത്യം നടന്ന 1.5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. BNS വകുപ്പ് 103(1), 126(2) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. കേസിന്റെ വിചാരണ 2026 ഫെബ്രുവരി 23-ന് ആരംഭിച്ചു. ആകെ 81 സാക്ഷികളിൽ 46 പേരുടെ മൊഴികളാണ് കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചത്. എല്ലാ ആരോപണങ്ങളും ചെന്താമര നിഷേധിച്ചിരുന്നുവെങ്കിലും അന്തിമവാദങ്ങൾ പൂർത്തിയായതിന് പിന്നാലെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം സമീപത്തെ മലയിലേക്ക് രക്ഷപ്പെട്ട ചെന്താമരെ തണ്ടർബോൾട്ടും പോലീസും ചേർന്ന് നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിലാണ് 2025 ജനുവരി 29-ന് രാത്രി പിടികൂടിയത്. 2025 ഒക്ടോബർ 18-ന് സജിത വധക്കേസിലും ചെന്താമരെ കുറ്റക്കാരനാക്കി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം തടവും പിഴയും ശിക്ഷയായി വിധിച്ചിരുന്നു. കേസിലെ അന്തിമവാദം പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജൂൺ 30-ന് പൂർത്തിയായിരുന്നു. വിധി പ്രസ്താവനത്തിനായി കോടതിയിലെത്തിയ ചെന്താമര വെല്ലുവിളിയും ഭീഷണിയും ഉയർത്തിയിരുന്നു. വേണ്ടി വന്നാൽ താൻ മറ്റുള്ളവരെയും കൊല്ലുമെന്നാണ് പ്രതി പറഞ്ഞത്. ഒരു ചെകിട് തടിച്ചാൽ മറ്റേ ചെകിടും കാണിക്കാൻ താൻ ഗാന്ധിജിയൊന്നും അല്ലെന്നും എഴുതാൻ പറ്റുന്നതെല്ലാം എഴുതിക്കോ എന്നും ജഡ്ജിയോട് ചെന്താമര പറഞ്ഞു. തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും എന്റെ പെരുമാറ്റമെന്നും ചെന്താമര ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കോടതിയിൽ പറഞ്ഞപ്പോൾ തനിക്ക് പ്രശ്നം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. വിധി പ്രഖ്യാപിക്കും മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. അതേസമയം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതിഭാഗം വക്കീൽ ചെന്താമരയുടെ വക്കീല് ChatGPT ഉപയോഗിച്ചാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയെന്ന് പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനുവരി 28-ന് രാത്രി 11 മണിയോടെയാണ് പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്ന് ചെന്താമരെ പോലീസ് പിടികൂടിയത്. ഫെബ്രുവരി 5-ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. ഫെബ്രുവരി 18-ന് 2019-ൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ലഭിച്ചിരുന്ന ജാമ്യം കോടതി അങ്ങ് റദ്ദാക്കി. 2022-ൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് താമസിച്ചിരുന്നതെന്നും കണ്ടെത്തി. മാർച്ച് 3-ന് കേസിലെ പ്രധാന സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തുടർന്ന് മാർച്ച് 25-ന് 480 പേജുകളുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. 132 സാക്ഷികളും 30-ലധികം രേഖകളും ഫോറൻസിക് തെളിവുകളും ഉൾപ്പെട്ട കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നടന്നു. വിചാരണക്കിടെ 4 സാക്ഷികൾ കൂറുമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ലഭ്യമായ തെളിവുകളും റിപ്പോർട്ടുകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി പ്രതിക്കെതിരെ തൂക്കുകയർ വിധിച്ചത്.
നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതിയുടെ തീരുമാനം കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നിരപരാധികളായ 2 ജീവനുകളെ ക്രൂരമായി കവർന്നെടുത്ത കേസിൽ കോടതി കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചതോടെ നിരവധി ആളുകൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് നിരന്തരം ഭീഷണിയാകുന്നവർക്കും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവർക്കും ഏറ്റവും കർശനമായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും കൊലപാതകം നടത്തിയെന്ന കണ്ടെത്തലുകളും പ്രതിക്ക് തന്റെ ചെയ്തികളിൽ കുറ്റബോധമില്ലെന്ന കോടതിയുടെ നിരീക്ഷണവും ഈ കേസിനെ കൂടുതൽ ഗൗരവതരമാക്കുന്നു. നിയമത്തെ വെല്ലുവിളിക്കുകയും നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് ശക്തമായ മുന്നറിയിപ്പാകാനുമായി വധശിക്ഷ പോലുള്ള കർശന നടപടികൾ ആവശ്യമാണ് എന്ന വാദവും ശക്തമാണ്. നെന്മാറ കേസിലെ വിധി ഒരു ശിക്ഷാവിധി മാത്രമല്ല, സമൂഹത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിയമവ്യവസ്ഥ സ്വീകരിച്ച ശക്തമായ സന്ദേശമായാണ് പലരും ഇതിനെ കാണുന്നത്. നിയമം കയ്യിലെടുക്കുന്നവർക്കും മനുഷ്യജീവനെ വില കൽപ്പിക്കാത്തവർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ഈ സംഭവത്തോടെ വീണ്ടും ഉയർന്നു വരികയാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ ഈ വിധി കേരളത്തിന്റെ നിയമചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുകയാണ്. സമൂഹത്തിന് ഭീഷണിയാകുന്ന കുറ്റവാളികൾക്കെതിരെ കടുത്ത നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വധശിക്ഷ ശരിയായ തീരുമാനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ലഭിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷനും ഓണാക്കൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.